ഹലോ. അപ്പോൾ എല്ലാവർക്കും എന്താ വിശേഷം? അപ്പോൾ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. ഞാൻ കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള പരിപാടികൾ എന്താ നോക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാണ് കൊച്ചിനെ സ്കൂളിലാക്കുമ്പോൾ ഈ കൂറവേഷത്തിലാണോ പോയത്? അതെ, ഈ കൂറവേഷത്തിൽ തന്നെ പോയത്. കാരണം ഇവിടെ വിൻ്റർ ആണല്ലോ, തണുപ്പാണല്ലോ. ലോങ് ജാക്കറ്റ്, ഗ്ലൗസ്, തൊപ്പി ഇതൊക്കെ വെക്കുമ്പോൾ ആരെന്ത് കാണാൻ, ആകെ കുഞ്ഞുമോത് മാത്രം കാണാം. അപ്പോൾ ഈ കുഞ്ഞുമോതിൽ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ മാത്രം ഇട്ട് ഞാൻ പോയി. എന്തിന് തല വരെ ഞാൻ എഴുതിയില്ല, തലമുടി വരെ ഞാൻ ഈരിട്ടില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ മാത്രം കാര്യമാണ് പറഞ്ഞത്. മുടിയുടെ കോലം പാമ്പിൻ്റെ വാലുമല്ലേ ഉണ്ട്. ലിപ് ബാം. അപ്പം നമുക്കൊരു മൊരിഞ്ഞ ദോശയും അടിച്ച ചായയും നല്ല ഉഗ്രൻ തേങ്ങാ ചമ്മന്തിയും കഴിച്ചാലോ. വരാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ മമ്മീനെ വിളിച്ചു. മമ്മി എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, ആകാശം മാത്രമേ കാണിക്കുള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. 3-4 ദിവസം ഡ്യൂട്ടി നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ തുണികൾ കാര്യങ്ങൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. കുറേ എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടണമായിരുന്നു. അതുപോലെ തന്നെ കുറേ ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. കൊച്ചിന് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് എല്ലാം ഇടയ്ക്ക് പറ്റി ഒതുക്കി എടുത്ത് വെക്കണമായിരുന്നു. പിന്നെ നമ്മുടെ കാർപ്പറ്റ് നമുക്ക് വൺസ് ഇൻ എ വീക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നിറച്ചും മുടി അതിനകത്ത് പറ്റി പിടിക്കും കേട്ടോ. എൻ്റെ പിന്നെ മുടി കുഴിയുന്നതുകൊണ്ട് ഒന്നും പറയണ്ട. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് ബിൻ ക്ലിയർ ചെയ്യണമായിരുന്നു കേട്ടോ. അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവിടെ കളക്ട് ചെയ്യാൻ വരും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒന്നായിരുന്നു. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യണമായിരുന്നു. അതിനുശേഷം എനിക്കൊന്ന് പുറത്ത് പോയിട്ട് വരാനുണ്ടായിരുന്നു. അന്ന് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. ഭയങ്കര വെയിലാണ് കേട്ടോ പുറത്ത്. ഭയങ്കര വെയിലായിരുന്നു. ഇങ്ങനെ വെയിൽ കൊള്ളാതെ നിന്നിട്ട് വെയിൽ കൊള്ളുമ്പോൾ അന്യായ വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര തലവേദന എനിക്ക്. പിന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽ അത് ബ്രോക്കൺ ആയിരുന്നു. അപ്പോൾ അത് നന്നാക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് നാളത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് കറി ഉണ്ടാക്കി വെക്കണമായിരുന്നു. അപ്പോൾ അത് വെജിറ്റബിൾ കറി നമ്മൾ റെഡിയാക്കി വെച്ചു. പിന്നെ കൊച്ചിനെ ഞാൻ കൊണ്ടുവരാൻ വന്നു. പിന്നെ അവൾ വന്ന ഉടനെ തന്നെ കുറച്ച് കളിയും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. പിന്നെ അവൾ വന്നതിന് ശേഷമാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. 4 മണിയാകുമ്പോഴാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. പിന്നെ കളിയും പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പിന്നെ ഉറക്കമൊക്കെ പാസ്സാക്കിയ വൈകുന്നേരം നമ്മൾ ഡിന്നറും പപ്സ് കഴിച്ചു കേട്ടോ.